സിവിൽ പ്രിപ്പിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഹാർബർ എഞ്ചിനീയറിംഗിന്റെ റിവിഷൻ സീരീസ് 2 ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. 1 നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയലിന്റെ പാർട്ട് 1 ആണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാർട്ട് 2 ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. അപ്പോൾ സിലബസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ബിൽഡിംഗ് മെറ്റീരിയലിന് ഹാർബറിലേക്ക് 15 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റോക്ക്, സ്റ്റോണ്, അതുപോലെ തന്നെ ബ്രിക്ക്, ലൈം, സിമെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബാക്കി ഏരിയാസ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇൻ കേസ് നിങ്ങൾക്ക് സ്പീഡിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ 1.2x 1.5x എന്നുള്ള രീതിയിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കേൾക്കാട്ടോ. നമ്മൾ മാക്സിമം എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ സ്പീഡ് കുറച്ച് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ നോട്ട്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് നോട്ട്സ് ആയിട്ട് നമുക്ക് അല്ലാണ്ട് തന്നെ ആഡ് ചെയ്യാൻ നോക്കുക. ഇപ്പം എന്തായാലും റൈറ്റിംഗ് നോട്ട്സ് തന്നെയാണ് ഞാനിപ്പം ഇന്നത്തെ ക്ലാസ്സിലും അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതാണെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസും വെച്ചിട്ട് അതിൻ്റെ ഏരിയാസ് കവർ ചെയ്ത് പോകാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ദ സാൻഡ് പാസിംഗ് ത്രൂ എ ക്ലിയർ ഓപ്പണിംഗ് ഓഫ് 7.620 mm ഈസ് നോൺ ആസ് ഓപ്ഷൻ എ ഫൈൻ സാൻഡ്, ഓപ്ഷൻ ബി കോഴ്സ് സാൻഡ്, ഓപ്ഷൻ സി ഗ്രാവലി സാൻഡ്, ഓപ്ഷൻ ഡി പിറ്റ് സാൻഡ്. നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ നമ്മൾ മോട്ടാർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലോ ചോദിച്ചിട്ടുള്ളത്. അപ്പം ബേസിക്കലി മോട്ടാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബൈൻഡിങ് മെറ്റീരിയലിന്റെയും അതുപോലെ തന്നെ ഫൈൻ അഗ്രഗേറ്റിന്റെയും വാട്ടറിന്റെയും മിക്സ് ആണ് അല്ലെ മോട്ടാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബൈൻഡിങ് മെറ്റീരിയൽ അതുപോലെ തന്നെ ഫൈൻ അഗ്രഗേറ്റ് വാട്ടറിന്റെ മിക്സ് ആണ് വരുന്നത് മോട്ടാർന്ന്. അപ്പോൾ മോട്ടാർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ഏരിയയിലേക്ക് പോവാം. മോട്ടാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോട്ടാർ ഈസ് എ മിക്സ് ഓഫ് എന്താണ്? The combination of binding material, fine aggregate and water അല്ലേ. അപ്പം ഇതാണ് ബേസിക്കലി മോട്ടാർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മോട്ടാറിനെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ബൈൻഡിങ് മെറ്റീരിയലും ഫൈൻ അഗ്രഗേറ്റും വാട്ടറും വെച്ചിട്ടാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു വാട്ടറിന്റെ pH എന്ന് പറയുന്നത് 6.5 to 8.5 ഒക്കെയാണ് വരിക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഇവിടെ നോക്കാനുണ്ട്. ഫൈൻ അഗ്രഗേറ്റിന്റെ ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് സാൻഡ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് പാർട്ടിക്കിൾ സൈസ്. ഇത് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ ആൻസറിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫൈൻ അഗ്രഗേറ്റ് ബേസ്ഡ് ഓൺ ദ പോയിന്റ് ഓഫ് കളക്ഷൻ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് അതിൻ്റെ എവിടെയാണ് സോഴ്സ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ഫസ്റ്റ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫൈൻ അഗ്രഗേറ്റ് ബേസ്ഡ് ഓൺ കളക്ഷൻ അല്ലെങ്കിൽ സോഴ്സ് എന്നുള്ളതൊക്കെ ഓർത്ത് വെക്കുക. അത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, സിമ്പിളാണ്. അപ്പോൾ ഓരോന്ന് ഞാൻ ജസ്റ്റ് ആദ്യം പേരെഴുതാം. ഫസ്റ്റ് വണ്ണാണ് പിറ്റ് സാൻഡ്, സെക്കൻഡ് വണ്ണാണ് റിവർ സാൻഡ്, തേർഡ് വണ്ണാണ് സീ സാൻഡ്. അപ്പം എന്തൊക്കെയാണ് പിറ്റ് സാൻഡ്, റിവർ സാൻഡ്, സീ സാൻഡിന്റെ പ്രത്യേകത? പിറ്റ് സാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിറ്റെന്ന് തന്നെ കളക്ട് ചെയ്യുന്നത് അല്ലേ. പിന്നെ അതുപോലെ തന്നെ പിറ്റ് സാൻഡ് ആംഗുലാർ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ആംഗുലാർ ഷേപ്പ്ഡ് എന്നുള്ളത് ഓർക്കുക. റിവർ സാൻഡ് ആണെങ്കിൽ അറിയാം അല്ലേ, റിവർ നമ്മൾ കളക്ട് ചെയ്യുന്നത് വൈറ്റ് കളറിലായിരിക്കും ഉണ്ടാവുക, റൗണ്ട് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക, റൗണ്ട് ഷേപ്പ്. പിന്നെ സീ സാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീ സാൻഡിൽ സാൾട്ടിന്റെ പെർസെന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളത് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല. റിവർ സാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്ററിങ്ങും അതുപോലെ തന്നെ പോയിന്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഏതാണ്, നമ്മളിപ്പം പിറ്റ് സാൻഡ് ആണെങ്കിൽ നമ്മൾ മേസൺറി കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പം ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബേസ്ഡ് ഓൺ ദ സോഴ്സ് അല്ലെങ്കിൽ കളക്ഷൻ വരുന്നത്. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് സാൻഡ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് പാർട്ടിക്കിൾ സൈസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് സാൻഡ് ബേസ്ഡ് പാർട്ടിക്കിൾ സൈസ് ആണ്. പാർട്ടിക്കിൾ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എണ്ണം ഏതൊക്കെയാണ് വരുന്നത്? ഫൈൻ സാൻഡ്, കോഴ്സ് സാൻഡ്, ഗ്രാവലി
സാൻഡ്. ഫൈൻ സാൻഡ് പറയുന്നത് എത്രയാണ്, ഏത് സൈസിലൂടെ പാസ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ലെസ് ദാൻ 1.58 mm വരുന്നതാണ് ഫൈൻ സാൻഡ് എന്ന് പറയുന്നത്. ഫൈൻ സാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ 1.58 mm സൈസിന് താഴെയുള്ളതാണ് ഫൈൻ സാൻഡ് വരുന്നത്. കോഴ്സ് സാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ 3.17 mm ആണ്. അതുപോലെ തന്നെ ഗ്രാവലി സാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ 7.62 mm ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം എന്താണ് സാൻഡ് വിച്ച് പാസസ് ത്രൂ 7.62 mm സീവില് നമ്മൾ ഗ്രാവലി സാൻഡ് എന്നാണ് പറയുക. ഇനി നമുക്ക് ഇത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഫൈൻ സാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫൈൻ സാൻഡ് നമ്മൾ പ്ലാസ്റ്ററിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും അല്ലേ. ആ ഒരു ഫൈനായിട്ടുള്ള നമുക്ക് ആ ഒരു ഫിനിഷ് എന്നുള്ള രീതിയിൽ പ്ലാസ്റ്ററിങ് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ കോഴ്സ് സാൻഡ് ആണെങ്കിൽ മേസൺറി വർക്കിനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഗ്രാവലി സാൻഡ് ആണെങ്കിൽ കോൺക്രീറ്റ് പ്രിപ്പറേഷൻ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്? സാൻഡ് പാസിംഗ് ത്രൂ എ സ്ക്രീൻ വിച്ച് ക്ലിയർ ഓപ്പണിംഗ് 7.62 mm ഈസ് നോൺ ആസ്. ഓപ്ഷൻ സി ഗ്രാവലി സാൻഡ് ആണ് അല്ലെ ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കിക്കഴിഞ്ഞാൽ ദ മോട്ടാർ ഹാവിംഗ് ബൾക്ക് ഡെൻസിറ്റി ലെസ് ദാൻ 15 kN/m³ ആർ നോൺ ആസ്. ഓപ്ഷൻ എ ഹെവി മോട്ടാർ, ഓപ്ഷൻ ബി ലൈറ്റ് വെയ്റ്റ് മോട്ടാർ, ഓപ്ഷൻ സി ഗേജ്ഡ് മോട്ടാർ, ഓപ്ഷൻ ഡി ഫിനിഷ്ഡ് മോട്ടാർ. ഇപ്പൊ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് സാൻഡ് ഒക്കെ പറഞ്ഞ പോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് മോട്ടാറും വരുന്നുണ്ട്. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് നമുക്ക് പറഞ്ഞിട്ട് ആൻസറിലേക്ക് വരാം. ക്ലാസിഫിക്കേഷൻ ഓഫ് മോട്ടാറിൽ വരുന്നത് ഏതൊക്കെയാണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് മോട്ടാറിൽ വരുന്നത് ഒന്നാണ് ബൾക്ക് ഡെൻസിറ്റി. സെക്കൻഡ് ഏതാണ്? ടൈപ്പ് ഓഫ് ബൈൻഡിങ് മെറ്റീരിയൽ. പിന്നെ വരുന്നത് ഏതാണ്? നാച്ചർ ഓഫ് അപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്നതാണ് സ്പെഷ്യൽ മോട്ടാർസും. അപ്പം നമുക്ക് ഫസ്റ്റ് ബൾക്ക് ഡെൻസിറ്റീൻ്റെ തന്നെ നോക്കാം. ബേസ്ഡ് ഓൺ ബൾക്ക് ഡെൻസിറ്റി നമ്മൾ മോട്ടാറിനെ 2 ടൈപ്പായിട്ടാണ് പറയുക. ഒന്ന് ലൈറ്റ് വെയ്റ്റ് മോട്ടാറും പിന്നെ ഏതായിരിക്കും അടുത്തത് പറയുന്നുണ്ടാവുക? നിങ്ങൾ പഠിച്ച ഓർമ്മ വരുന്നുണ്ടോ നോക്കുക. ഹെവി വെയ്റ്റ് മോട്ടാറുമാണ് അല്ലേ. ലൈറ്റ് വെയ്റ്റ് മോട്ടാറിൽ എങ്ങനെയാണ് വരുന്നത്? ബൾക്ക് ഡെൻസിറ്റി ലെസ് ദാൻ 15 kN/m³ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ലൈറ്റ് വെയ്റ്റ് മോട്ടാർ എന്ന് പറയുന്നത്. എന്താണ്? ബൾക്ക് ഡെൻസിറ്റി ലെസ് ദാൻ 15 kN/m³ ആണ് ലൈറ്റ് വെയ്റ്റ് മോട്ടാർ വരുന്നത്. ഹെവി വെയ്റ്റ് മോട്ടാർ ആണെങ്കിൽ ബൾക്ക് ഡെൻസിറ്റി ഗ്രേറ്റർ ദാൻ 15 kN/m³ വരുന്നതിനെയാണ് നമ്മൾ ഹെവി വെയ്റ്റ് മോട്ടാർ എന്ന് പറയുന്നത്. ലൈറ്റ് വെയ്റ്റ് മോട്ടാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ 15 kN/m³ ആണ്. ഹെവി വെയ്റ്റ് മോട്ടാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾക്ക് ഡെൻസിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15 kN/m³ ആണ് എന്നുള്ളത് നോക്കി വെക്കാം. അപ്പോൾ നമ്മൾ ബൾക്ക് ഡെൻസിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, ക്ലാസിഫിക്കേഷൻ ഓഫ് മോട്ടാറിൽ. പിന്നെ നമുക്ക് നോക്കാനുള്ളതാണ് ടൈപ്പ് ഓഫ് ബൈൻഡിങ് മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ മോട്ടാറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഏതാണ്? ബൈൻഡിങ് മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അല്ലേ. ഏതൊക്കെ ബൈൻഡിങ് മെറ്റീരിയലാണെന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഇത് ക്ലാസിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഒന്ന് ലൈം മോട്ടാർ, സിമന്റ് മോട്ടാർ, ഗേജ്ഡ് മോട്ടാർ, ജിപ്സം മോട്ടാർ. അപ്പം ഇതൊക്കെയാണ് വരുന്നത്. ഇതിൽ ലൈം മോട്ടാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഹൈ പ്ലാസ്റ്റിസിറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ ലെസ് സ്ട്രെങ്ത് ആയിരിക്കും. അതിൽ നമുക്ക് 2 ടൈപ്പ് വരുന്നുണ്ട് അല്ലെ. ഫാറ്റ് ലൈമും വരുന്നുണ്ട്, ഹൈഡ്രോളിക് ലൈമും വരുന്നുണ്ട്. ഫാറ്റ് ലൈം നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്ററിങ് ആൻഡ് വൈറ്റ് വാഷിങ്ങിനൊക്കെയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഹൈഡ്രോളിക് ലൈം ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻസിനൊക്കെയാണ്, മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്ക് ലൈം മോട്ടാറിൻ്റെത് പറഞ്ഞു. സിമെന്റ് മോട്ടാർ ആണെങ്കിലോ, സിമെന്റ് മോട്ടാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ഈ ഒരു സിമെന്റ് ബൈൻഡിങ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നതിന് അല്ലേ. അപ്പോൾ നമ്മൾ അതിനാണ് നമ്മൾ സിമെന്റ് മോട്ടാർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അധികം യൂസ് ചെയ്യുന്നതാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാണ്ടാവും അല്ലേ. ഹൈ സ്ട്രെങ്ത് ആണ്, ലെസ് പ്ലാസ്റ്റിസിറ്റി ആണ് എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കുക. സിമെന്റ് മോട്ടാറിൻ്റെ ആ ഒരു റേഷ്യോ 1:2 to 1:8 ആണ് വരുന്നത്. പിന്നെ ഗേജ്ഡ് മോട്ടാർ ആണെങ്കിൽ ടൈപ്പ് ഓഫ് മോട്ടാർ വിത്ത് 2 ബൈൻഡിങ് മെറ്റീരിയൽ ആയിരിക്കും അല്ലേ. ഗേജ്ഡ് മോട്ടാറിൽ 2 ബൈൻഡിങ് മെറ്റീരിയൽസ് ഉണ്ടാവും, ലൈക്ക് സിമെന്റ് അതുപോലെ തന്നെ ലൈം എന്നുള്ള രീതിയിൽ അല്ലേ. സിമെന്റ് ലൈം എന്നുള്ള രീതിയിൽ 2 ബൈൻഡിങ് മെറ്റീരിയൽസ് ഉണ്ടാവും, സിമെന്റ് ആൻഡ് ലൈം. ഇതിനെ തന്നെ നമ്മൾ കോമ്പോസിറ്റ് മോട്ടാർ എന്നും പറയും കേട്ടോ, അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ജിപ്സം മോട്ടാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിപ്സം ആയിരിക്കും നമ്മൾ ബൈൻഡിങ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. ജിപ്സം ബൈൻഡിങ് മെറ്റീരിയലായിട്ട് വരുന്നതിനെയാണ് നമ്മൾ ജിപ്സം മോട്ടാർ എന്ന് പറയുന്നത്. പിന്നെ നമുക്കൊരു സുർക്കി മോട്ടാറും കൂടെ നോക്കാം. സുർക്കി മോട്ടാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സുർക്കിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും അല്ലേ. ലൈമിലേക്ക് നമ്മൾ സുർക്കിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യേണ്ടിയിട്ടൊക്കെ നമ്മൾ സുർക്കിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഈ ഒരു സുർക്കി മോട്ടാർ എന്നൊക്കെ പറയുന്നത്. നമ്മൾ മുല്ലപ്പെരിയാറൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പം അത് മനസ്സിലാക്കി വെക്കുക. പക്ഷെ നമ്മൾ ഇവിടെ സുർക്കി മോട്ടാറിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാൻ എന്തായാലും പോയിന്റ് പറയാം. സുർക്കി മോട്ടാർ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യാത്തതെന്നാണ്. നമ്മൾ യൂസ് ചെയ്യാത്തത് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് യൂസ്ഡ് ഫോർ പ്ലാസ്റ്ററിങ് ആൻഡ് പോയിന്റിങ്. നോട്ട് യൂസ്ഡ് ഫോർ എവിടെയാണ്? നോട്ട് യൂസ്ഡ് ഫോർ പ്ലാസ്റ്ററിങ് ആൻഡ് പോയിന്റിങ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സുർക്കി മോട്ടാറിൻ്റെ ഡിസിൻഫെക്ഷൻ, ഈ ഒരു സുർക്കി മോട്ടാർ ഡിസിൻഫെക്ഷന് കാരണമാവും. അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാസ്റ്ററിങ് ആൻഡ് പോയിന്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പം ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ സ്പെഷ്യൽ മോട്ടാറിൽ വരുന്നത് ഏതൊക്കെയാണ്? ഫയർ റെസിസ്റ്റിംഗ് മോട്ടാർ ഉണ്ട്, ആ പേരിലുള്ള പോലെ തന്നെ ഫയർ റെസിസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ ലൈറ്റ് വെയ്റ്റ് മോട്ടാർസ് ഉണ്ട്, ഇത് സൗണ്ട് അബ്സോർബ് ചെയ്യുന്നുള്ളത് ഓർത്ത് വെക്കുക. ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചറിനൊക്കെ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ സൗണ്ട് അബ്സോർബിങ് മോട്ടാർ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് തിയേറ്റേഴ്സിലും പബ്ലിക് ഹാൾസിലും ഒക്കെ അല്ലേ. ആ പേര് പറഞ്ഞ പോലെ തന്നെ ഇതിന് സൗണ്ട് അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് തിയേറ്റർ, ഇങ്ങനെ സൗണ്ട് അബ്സോർബ് ചെയ്യാൻ നമുക്ക് ആ ഒരു ആവശ്യമുള്ള ടൈപ്പുള്ള സ്ട്രക്ചേഴ്സിൽ അല്ലേ, തിയേറ്റേഴ്സിലും പബ്ലിക് ഹാൾസിലും ഒക്കെയാണ് നമ്മൾ ഈ ഒരു സ്പെഷ്യൽ മോട്ടാർസ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു മോട്ടാറിനെ ബേസിക്കായിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻ. ഇതിലും സ്പെഷ്യൽ മോട്ടാർസ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ എന്തായിരുന്നു നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്? ദ മോട്ടാർ ഹാവിങ് ബൾക്ക് ഡെൻസിറ്റി ലെസ് ദാൻ 15 kN/m³ ആണ് അല്ലേ. 15 kN/m³ കുറവ് വരുന്നതിനെ നമ്മൾ പറയുന്നത് ലൈറ്റ് വെയ്റ്റ് മോട്ടാർ എന്നാണ് അല്ലേ. ഗ്രേറ്റർ ദാൻ ആണെങ്കിലാണ് ഹെവി മോട്ടാർ വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് എന്നുള്ളത് പറയാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സുർക്കി മോട്ടാർ കനോട്ട് ബി യൂസ്ഡ് ഫോർ. ഏതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ ഓർഡിനറി മേസൺറി വർക്ക്, ഓപ്ഷൻ ബി ഫൗണ്ടേഷൻ വർക്ക്, ഓപ്ഷൻ സി സൂപ്പർ സ്ട്രക്ചർ വർക്ക്, ഓപ്ഷൻ ഡി പ്ലാസ്റ്ററിങ് ആൻഡ് പോയിന്റിങ് വർക്ക് അല്ലേ. എവിടെയാണ് നമ്മൾ സുർക്കി മോട്ടാർ യൂസ് ചെയ്യാത്തത്? പ്ലാസ്റ്ററിങ് ആൻഡ് പോയിന്റിങ് വർക്ക് ആണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. കാരണം സുർക്കി കോസസ് ഡിസിൻഫെക്ഷൻ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. ഫോർ DPC പ്രൊപ്പോർഷൻ ഓഫ് സിമെന്റ് മോട്ടാർ ഈസ്. ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ 1:1, ഓപ്ഷൻ ബി 1:2, ഓപ്ഷൻ സി 1:3, ഓപ്ഷൻ ഡി 1:4 അല്ലേ. ഏതാണ് DPCന്റെ പ്രൊപ്പോർഷൻ വരുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയോ എന്നുള്ളത് നോക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ. സിമെന്റ് മോട്ടാറിന്റെ പ്രൊപ്പോർഷൻ വരുന്നത് 1:2 ആണ്. അതുപോലെ തന്നെ 1:2 വരുന്നത് ഏതാണ്? പ്ലാസ്റ്ററിങ് അല്ലേ. പ്ലാസ്റ്ററിങ്ങിന് 1:2 ആണ് വരുന്നത്. ലൈമ് വരുന്ന സമയത്താണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ലൈമ് മോട്ടാറിനാണെങ്കിലും 1:2
2 ആണ്. സോറി, ലൈം മോട്ടാറിനാണെങ്കിലും ലൈം മോട്ടാർ എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഓഫ് വാട്ടർ ലോക്ഡ് ഏരിയാസ്, അതും കൂടെ നോക്കണേ. കൺസ്ട്രക്ഷൻ ഓഫ് വാട്ടർ ലോക്ഡ് ഏരിയാസ് ആണെങ്കിൽ അവിടെയാണ് 1:2 വരുന്നത്. അതുപോലെ തന്നെ പ്ലാസ്റ്ററിങ് ലൈമിലാണെങ്കിൽ 1:2 ആണ് വരിക എന്നുള്ളത് നോക്കി വെക്കുക. അപ്പോൾ 1:2 വരുന്നത് പോയിന്റിങ്ങിൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്ലാസ്റ്ററിങ് ലൈം വരികയാണെങ്കിൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ DPCക്ക് സിമെന്റ് മോട്ടാറിൽ വരുന്നുണ്ട്. വാട്ടർ ലോക്ഡ് ഏരിയാസിൽ ലൈം മോട്ടാറിൽ വരുന്നുണ്ട്. സിമെന്റ് മോട്ടാർ ആണെങ്കിൽ വാട്ടർ ലോക്ഡ് ഏരിയാസിൽ 1:3 ആണ് വരിക. അപ്പോൾ നമുക്കിവിടെ ആൻസർ ഏതാണ് വരുന്നത്? ഫോർ DPC പ്രിപ്പറേഷൻ ഓഫ് സിമെന്റ് മോട്ടാർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ, സോറി ഓപ്ഷൻ ബി ആണ് അല്ലേ, 1:2 ആണ് ആൻസർ വരുന്നത് എന്നുള്ളത് നോക്കി വെക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ഇൻക്രീസ് ഇൻ ദ വോളിയം ഓഫ് ഡ്രൈ സാൻഡ് വെൻ വാട്ടർ ഈസ് ആഡഡ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ ഹണി കോമ്പിങ്, ഓപ്ഷൻ ബി സെഗ്രിഗേഷൻ, ഓപ്ഷൻ സി ബൾക്കിംഗ്, ഓപ്ഷൻ ഡി ബ്ലീഡിംഗ് അല്ലേ. ആ ഒരു ഡ്രൈ സാൻഡിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിന് അല്ലെ, ഡ്യൂ ടു സർഫസ് മോയ്സ്ചറിന്റെ കാരണം വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നതാണ് ബൾക്കിംഗ് അല്ലെ. ഓപ്ഷൻ സി ബൾക്കിംഗ് ആണ് വരുന്നത്. സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺക്രീറ്റ് സെപ്പറേറ്റ് ആയിട്ട് പോകുന്നതിന് അല്ലെ, അതിനാണ് നമ്മൾ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ബ്ലീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റിന്റെ വാട്ടർ ഇങ്ങനെ മുകളിലത്തെ ലെയറിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്നതിന് അല്ലെ, അപ്പം അതിനെയാണ് നമ്മൾ ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. അപ്പം അതാണ് നമുക്ക് ഇവിടെ ആൻസർ വരുന്നത്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്, ബൾക്കിംഗ്. നോക്കി വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 6. ഇനി നമുക്ക് ടൈലിൻ്റെ ഏരിയയിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. അപ്പം ടൈലിൻ്റെ ഏരിയയിൽ നമുക്ക് മാക്സിമം നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുള്ളത്, ടൈലായിട്ട് നമ്മൾ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല, കുറച്ച് നമുക്ക് ഏതാണ് പറഞ്ഞിട്ടുള്ളത്, എർത്തൻ വെയർ, സ്റ്റോൺ വെയർ, ടെറാക്കോട്ട എന്നൊക്കെയുള്ള രീതിയിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കത് ക്വസ്റ്റ്യനിലൂടെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോവാം. അപ്പം ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് തന്നെ പഠിച്ചാൽ മതി. ഗ്ലേസിംഗ് ഈസ് യൂസ്ഡ് ടു മേക്ക്, നിങ്ങൾക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വൈഡായിട്ട് പഠിക്കാം കേട്ടോ. ഞാനിപ്പം മാക്സിമം നമുക്ക് റിവിഷൻ ആയതുകൊണ്ട് ഈ ഒരു രീതിയിൽ സിലബസ് കവർ ചെയ്ത് പോവാം. ഒരുപാട് എക്സാംസ് വരുന്നതിനെ കൊണ്ട് നിങ്ങൾക്ക് മൊത്തം പഠിക്കുകയാണെങ്കിൽ അത് നല്ലത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഗ്ലേസിംഗ് ഈസ് യൂസ്ഡ് ടു മേക്ക് എർത്തൻ വെയർ. ഓപ്ഷൻ എ ഹാർഡ്, ഓപ്ഷൻ ബി സോഫ്റ്റ്, ഓപ്ഷൻ സി പോറസ്, ഓപ്ഷൻ ഡി ഇംപേർവിയസ് അല്ലേ. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ഇംപേർവിയസ് ആണ് അല്ലേ. ഗ്ലേസിംഗ് ഈസ് യൂസ്ഡ് ടു മേക്ക് എർത്തൻ വെയർ ഇംപേർവിയസ് ആണ്. Question number 7 ആണ്. Terracotta is essentially an igneous rock, a sedimentary rock. Option C a clay product. Option D a burned up brick അല്ലേ. എന്താണ് ടെറാക്കോട്ട എന്ന് പറയുന്നത്? ടെറാക്കോട്ട എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ക്ലേയിനെ മഫിൽ ഫോർണസിൽ നമ്മൾ 1200 ഡിഗ്രി സെൽഷ്യസിൽ ബേൺ ചെയ്തിട്ട് അല്ലേ, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടെറാക്കോട്ട ഫോം ചെയ്യുന്നത്. ടെറാക്കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബേക്ക്ഡ് എർത്ത് ആണ്, മെയ്ഡ് ഫ്രം ലോക്കൽ ക്ലേസ്, സ്പെഷ്യൽ മഫിൽ ഫർണസ്. അതും കൂടെ നോക്കുക. ടൈല് വരുന്നത് സിയാൽക്കോട്ട് കിലനാണ്, സിമെന്റ് നമ്മൾ റോട്ടറി കിലനാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെറാക്കോട്ട ആണെങ്കിൽ മഫിൽ ഫേർണസ് ആണ്. മഫിൽ ഫേർണസിൽ 1200 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. അപ്പം ടെറാക്കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലേ പ്രൊഡക്റ്റ് ആണ്. അപ്പം ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ക്ലേ പ്രൊഡക്ട്സ് ആണ്. ടെറാക്കോട്ട എങ്ങനെയാണ് മെയ്ഡ് ചെയ്യുന്നത്? ടെറാക്കോട്ട ഈസ് മെയ്ഡ് ഫ്രം ലോക്കൽ clay using special muffle furnace at 1200 degree for 4 days. അപ്പം അതാണ് ടെറാക്കോട്ട എന്നുള്ളത്. ക്ലേ പ്രൊഡക്ട്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. ആർട്ടിക്കിൾസ് പ്രിപ്പയർഡ് ഫ്രം ക്ലേ വിച്ച് ഈസ് ബേൺഡ് അറ്റ് ലോ ടെമ്പറേച്ചർ ആൻഡ് കൂൾ ഡൗൺ അറ്റ് സ്ലോലി ഈസ് നോൺ ആസ് അല്ലേ. അപ്പം ആർട്ടിക്കിൾ പ്രിപ്പയർ ചെയ്യുന്നത്, ക്ലേ ബേൺ ചെയ്യുന്നത് ലോ ടെമ്പറേച്ചറിലും കൂൾ ഡൗൺ സ്ലോലി ആണെങ്കിൽ ഏതാണ് വരിക എന്നാണ് പറയുന്നത്. അപ്പം ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ സ്റ്റോൺ വെയർ, ഓപ്ഷൻ ബി പോർസലൈൻ, ഓപ്ഷൻ സി വൈറ്റ് വെയർ, ഓപ്ഷൻ ഡി എർത്തൻ വെയർ അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? ഇപ്പൊ നമ്മൾ
ഈ ഒരു ക്ലേയിന് ബേൺഡ് അറ്റ് ലോ ടെമ്പറേച്ചറും നമുക്ക് പഠിക്കാനുണ്ട്, ഹൈ ടെമ്പറേച്ചറും പഠിക്കാനുണ്ട്. ബേൺഡ് അറ്റ് ലോ ടെമ്പറേച്ചർ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എർത്തൻവെയർ എന്ന് പറയുന്നത് അല്ലെ. ഓപ്ഷൻ ഡി എർത്തൻവെയർ ആണ് വരിക. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബേൺഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്റ്റോൺ വെയർ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റോൺ വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആർട്ടിക്കിൾസ് പ്രിപ്പയർഡ് ഫ്രം എങ്ങനെയാണ് വരുന്നത്, ഹൈ ടെമ്പറേച്ചർ അല്ലെ. refractory clay burned at high temperature and cool down easily ഇതിനെയാണ് നമ്മൾ സ്റ്റോൺ വെയർ എന്ന് പറയുന്നത്. പിന്നെ വൈറ്റ് വെയർ, പോർസലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത് നമുക്ക് ഒരു എർത്തൻവെയറിന്റെ തന്നെ വൈറ്റ് ഫോമിന് അല്ലെ. അപ്പം അതിനെയാണ് നമ്മൾ പോർസലൈൻ, ഈ രണ്ട് സാധനവും കേട്ടോ, ഓപ്ഷൻ സിയും ഓപ്ഷൻ ബിയും ഒന്ന് തന്നെയാണ്, പോർസലൈൻ ഓർ വൈറ്റ് വെയർ ആണ് പറയുന്നത്. നമ്മളിത് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇത് യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്, ഇലക്ട്രിക് ഇൻസുലേറ്റേഴ്സ് ആയിട്ടും അതുപോലെ തന്നെ റിയാക്ടർ ചാമ്പേഴ്സിലും നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. എർത്തൻവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബേൺഡ് അറ്റ് ലോ ടെമ്പറേച്ചർ ആൻഡ് കൂൾ ഡൗൺ സ്ലോലി അല്ലേ. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് എർത്തൻവെയർ ഡൗൺ ടു എർത്ത് എന്നുള്ള രീതിയിൽ അല്ലേ, ഡൗൺ എന്നുള്ളത് ലോ എന്നുള്ള രീതിയിലാണ് കേട്ടോ കണക്ട് ചെയ്തത്. പിന്നെ ഡൗൺ ടു എർത്ത് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണമെങ്കിൽ മാറിപ്പോവുകയാണെങ്കിൽ സ്റ്റോൺ വെയറും എർത്തൻ വെയറും കണക്ട് ചെയ്ത് മാറിപ്പോവാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടേം ഓർത്ത് വെക്കാം. ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞാൽ എർത്തൻ വെയർ ലോ ടെമ്പറേച്ചർ ആണ് ബേൺ ചെയ്യുന്നത്, കൂൾ ഡൗൺ സ്ലോലി ആണ്. സ്റ്റോൺ വെയർ ആണെങ്കിൽ ബേൺ അറ്റ് ഹൈ ടെമ്പറേച്ചർ ആണ്, കൂൾ ഡൗൺ ഈസിലി എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എർത്തൻ വെയർ. ഇനി നമ്മൾ നെക്സ്റ്റ് ഏരിയയിലേക്ക് കടന്നിട്ടുണ്ട്. Which of the following is used in prediction the age of tree അല്ലേ. അപ്പൊ നമ്മൾ ടിമ്പറിലേക്ക് കടന്നിട്ടുണ്ട്. ടിമ്പറിൽ നമ്മൾ ട്രീന്റെ ഏജ് പ്രഡിക്റ്റ് ചെയ്യാൻ എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് അല്ലേ, ഏജ് പ്രഡിക്റ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് ടിമ്പറിന്റെ അല്ലേ. അപ്പൊ നമുക്ക് ടിമ്പറിന്റെ സ്ട്രക്ചേഴ്സ് ആണ് അല്ലെ ആദ്യം നോക്കേണ്ടത്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് വായിക്കാം, എന്നിട്ട് നമുക്ക് ഡിസ്ക്രിപ്ഷനിലേക്ക് പോവാം. ഓപ്ഷൻ എ മെഡുലറി റേസ്, ഓപ്ഷൻ ബി പിത്ത്, ഓപ്ഷൻ സി കാമ്പിയം ലെയർ, ഓപ്ഷൻ ഡി ആനൽ റിംഗ് ആണ് വരുന്നത്. അപ്പം എന്താണ് നമ്മളൊരു ട്രീന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഈ ഒരു സെന്റർ പോർഷൻ അല്ലെ, സെന്റർ പോർഷനെയാണ് നമ്മൾ പിത്ത് ഓർ മെഡുല്ല എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. അതുപോലെ തന്നെ അതിന് ആ ഒരു സെന്ററിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷനെ നമ്മൾ ഹേർട്ട് വുഡ് എന്ന് പറയും അല്ലെ, ഹേർട്ട് വുഡ് എന്ന് പറയും. പിന്നെ നമ്മൾ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ദ ഇന്നർ ആനുവൽ റിംഗ് സറൗണ്ടിങ് ദ പിത്തിനെയാണല്ലേ നമ്മൾ ഹേർട്ട് വുഡ് എന്ന് പറയാം. സാപ്പ് വുഡ് എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. സാപ്പ് വുഡ് ഓർ അൽബേൺ എന്നും പറയും. അൽബേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദ ഔട്ടർ ആനുവൽ റിംഗ് ബിറ്റ്വീൻ ഹേർട്ട് വുഡ് ആൻഡ് കാമ്പിയം ലെയർ. ഹേർട്ട് വുഡിന്റെയും കാമ്പിയം ലെയറിന്റെയും ഇടയിലുള്ളതാണ് സാപ്പ് വുഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കാമ്പിയം ലെയർ എന്താണെന്ന് നോക്കാം അല്ലെ. കാമ്പിയം ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ തിൻ ലെയർ ഓഫ് സാപ്പ് ബിറ്റ്വീൻ സാപ്പ് ആൻഡ് ഇന്നർ ബാർക്ക് അല്ലെ. നമ്മൾ ആ ഒരു സാപ്പിന്റെയും ഇന്നർ ബാർക്കിന്റെയും ഇടയിലുള്ളതാണ് കാമ്പിയം ലെയർ എന്ന് പറയുന്നത്. പിന്നെ ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, ഇവിടെ എന്തിന്റെ ഇടയിലാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. പിന്നെ നമുക്ക് ഇന്നർ ബാർക്ക് നോക്കാം. ഇന്നർ ബാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇന്നർ സ്കിൻ ഓർ ലെയർ കവറിങ് ദ കാമ്പിയം ലെയർ അല്ലെ. ഈ ഒരു കാമ്പിയം ലെയറിനെ കവർ ചെയ്തിട്ടുള്ള ഒരു ഇന്നർ ലെയറിനെയാണ് പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനാണ് നമ്മൾ ഇന്നർ ബാർക്ക് എന്ന് പറയുന്നത്. പിന്നെ ഔട്ടർ ബാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഔട്ടർ സ്കിൻ ഓർ കവർ ട്രീ അല്ലെ. അപ്പം അതിനെയാണ് നമ്മൾ ഔട്ടർ ബാർക്ക് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിനെയൊക്കെ കണക്ട് ചെയ്യേണ്ടിയിട്ട് തിൻ റേഡിയൽ ഫൈബേഴ്സ് ഉണ്ട് അല്ലെ, എക്സ്റ്റെൻഡിങ് ഫ്രം പിത്ത് ടു കാമ്പിയം ലെയർ ആണ്. അതിന് നമ്മൾ എന്താണ് പറയാ, മെഡുലറി റേസ് എന്ന് പറഞ്ഞിട്ട് പറയും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മെഡുലറി റേസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ടേം ആണ് നമുക്ക് ആനുവൽ റിംഗ് അല്ലെ. ആനുവൽ റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരുന്നത്, നമ്മൾ ഈ ഒരു ട്രീന്റെ നമ്മളിപ്പോൾ പറഞ്ഞത് അല്ലെ ഏജ് ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മൾ ആനുവൽ റിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം ആനുവൽ റിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു റിങ്ങിൽ ആനുവൽ റിങ് ഇങ്ങനെ കവർ ചെയ്തിട്ടുള്ള ആ ഒരു റിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ട്രീന്റെ ഏജ് ഡിറ്റർമിൻ ചെയ്യാം. അപ്പം അതും കൂടെ മനസ്സിലാക്കി വെക്കുക. അപ്പം ആ ഒരു ഫോം
പറയുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക? പിത്ത്, ഹേർഡ് വുഡ്, സാപ്പ് വുഡ്, കാമ്പിയം ലെയർ, ഇന്നർ ബാർക്ക്, ഔട്ടർ ബാർക്ക്. അതിനെ കണക്ട് ചെയ്യുന്നതിന് അതിൻ്റെ ആ ഒരു ലൈന് വരുന്നതിന് മെഡുലറി, ഇതാണ് മെഡുലറി വരുന്നത്. ഈ ഒരു ഇവിടെ ഇങ്ങനെ ഏരോ മാർക്ക് ഉണ്ട്, ശ്രദ്ധിക്കുക. ഈ ഒരു രണ്ട് ബ്ലാക്ക് കളറിൽ കാണിച്ചിട്ടുള്ള ഇതാണ് മെഡുലറി റേസ് വരുന്നത്. ഈ ഒരു സറൗണ്ട് ചെയ്തിട്ടുള്ള ഈ ഒരു റിംഗ് ആണ് ആനുവൽ റിംഗ് വരുന്നത്. മനസ്സിലാക്കി വെക്കുക, ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പിത്ത്, ഹേർഡ് വുഡ്, സാപ്പ് വുഡ്, കാമ്പിയം ലെയർ, ഇന്നർ ബാർക്ക്, ഔട്ടർ ബാർക്ക് കണക്ട് ചെയ്യുന്ന മെഡുലറി റേസ്, ഏജ് ഡിറ്റർമിൻ ചെയ്യുന്ന ആനുവൽ റിംഗ്സ് മനസ്സിലാക്കി വെക്കുക. ഇവിടെ ഒരു പിക്ചറും കാണിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് ഇതും കൂടെ ഒന്ന് നോക്കാം. അപ്പം ഇതാണ് നമുക്ക് ഈ ഒരു ടിമ്പറിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് എന്താണ്? പിത്ത്. പിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പിത്ത് ഈസ് ദ ഇന്നർമോസ്റ്റ് സെൻട്രൽ പോർഷൻ അല്ലേ, അതാണ് പിത്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഹേർട്ട് വുഡ് ആണ്. ഹേർട്ട് വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹേർട്ട് വുഡ് ഈസ് ദ ഇന്നർ ആനുവൽ റിംഗ്സ് surrounding ദ പിത്ത് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹേർട്ട് വുഡ് എന്ന് പറയുന്നത്. പിന്നെ ഏതാണ് വരുന്നത്? പിന്നെയാണ് കാമ്പിയം ലെയർ വരുന്നത്. ഹേർട്ട് വുഡ് കഴിഞ്ഞാൽ സാപ്പ് വുഡ് ആണ്, സാപ്പ് വുഡ് വരുന്നത്. സാപ്പ് വുഡിനെ നമ്മൾ എന്താണ് പറയുക? ദ ഔട്ടർ ആനുവൽ റിംഗ്സ് ബിറ്റ്വീൻ ഹേർട്ട് വുഡ് ആൻഡ് കാമ്പിയം ലെയർ, ഇതിനെയാണ് നമ്മൾ സാപ്പ് എന്ന് പറയുന്നത്. പിന്നെ കാമ്പിയം ലെയർ നോക്കാം. കാമ്പിയം ലെയർ എന്താണ്? കാമ്പിയം ലെയർ വരുന്നത്, കാമ്പിയം ലെയർ എന്ന് പറഞ്ഞാൽ കാമ്പിയം ലെയർ ആണ് ദ ഇന്നർ ലെയർ ഓഫ് സാപ്പ് ബിറ്റ്വീൻ സാപ്പ് വുഡ് ആൻഡ് ഇന്നർ ബാർക്ക്. അതിനെയാണ് നമ്മൾ കാമ്പിയം ലെയർ എന്ന് പറയുന്നത്. ഇന്നർ ബാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നർ ബാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ദ ഇന്നർ ലെയർ കവറിങ് കാമ്പിയം ലെയർ. അതുപോലെ ഔട്ടർ ബാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ടർ ബാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ സ്കിൻ അല്ലെ, ഔട്ടർ സ്കിൻ ഓർ ലെയർ ഓഫ് ട്രീ ആണ് ഔട്ടർ ബാർക്ക് വരുന്നത്. പിന്നെ മെഡുലറി റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിൻ റേഡിയൽ ഫൈബേഴ്സ് എക്സ്റ്റെൻഡിങ് ഫ്രം പിത്ത് ടു കാമ്പിയം ലെയർ ആണ്. അതും കൂടെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് യൂസ്ഫുൾ ഇൻ പ്രെഡിക്റ്റിംഗ് ദ ഏജ് ഓഫ് ട്രീ അല്ലെ. ആൻസർ വരുന്നത് ഏതാണ്? നമ്മൾ മെഡുലറി റേസ് ആണോ? അല്ല. പിത്ത് അല്ല. കാമ്പിയം ലെയർ അല്ല. ഓപ്ഷൻ ഡി ആനുവൽ റിംഗ് ആണ് അല്ലെ. അപ്പം ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് ആനുവൽ റിംഗ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ആനുവൽ റിംഗ് ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. ഡിഫെക്ട് ഇൻഡിക്കേറ്റ് ബൈ ദ മാർക്ക് ഓൺ ദ ഫിനിഷ്ഡ് സർഫസ് ഓഫ് ടിമ്പർ ഡ്യൂ ടു ഇംപ്രോപ്പർ പ്ലേനിങ് കാരണം ഉണ്ടാവുന്ന ആ ഒരു ഡിഫക്റ്റില് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കറിയാം ടിമ്പറിലുള്ള ഡിഫക്ട്സും കാര്യങ്ങളും നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. അപ്പൊ നമുക്ക് പ്ലേനിങ് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റിൽ ഏതാണ്, അല്ലെങ്കിൽ ഡിഫക്റ്റ് ഡ്യൂ ടു കൺവേർഷൻ കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റിൽ ഏതാണ് ഇവിടെ ആൻസർ വരുന്നത് നോക്കാം. അപ്പം ഓപ്ഷൻ എ ഷേക്ക് ആണ്. അപ്പം ഷേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്കത് ഒഴിവാക്കാൻ പറ്റും അല്ലെ. ഷേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഡിഫക്റ്റ് ഡ്യൂ ടു കൺവേർഷൻ കാരണം വരുന്ന ഡിഫക്റ്റ് അല്ല. പിന്നെ ടോൺ ഗ്രെയിൻ ആണെങ്കിൽ ടോൺ ഗ്രെയിനും നമുക്ക് എന്താണ്? ടോൺ ഗ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ഡിപ്രഷൻ ഫോംഡ് ഓൺ ദ ഫിനിഷ്ഡ് സർഫസ് ഓഫ് ദ ടിമ്പർ ആണ് അല്ലെ. നമ്മൾ ടൂളൊക്കെ വീണിട്ട് ഫിനിഷ്ഡ് സർഫസിൽ ഉണ്ടാകുന്ന ആ ഒരു ഡിഫക്റ്റിനെയാണ് നമ്മൾ ടോൺ ഗ്രെയിൻ എന്ന് പറയുന്നത്. സ്മോൾ ഡിപ്രഷൻ ഫോംഡ് ഓൺ ദ
ഫിനിഷ്ഡ് സർഫസ് ഓഫ് ടിമ്പറിനെയാണ് നമ്മൾ ടോൺ ഗ്രെയിൻ എന്ന് പറയുന്നത്. ചിപ്പ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡ്യൂ ടു പ്ലെയിനിങ് കാരണം ഉണ്ടാവുന്നതാണ് അല്ലെ. മാർക്ക് ഓർ സൈൻ പ്ലേസ്ഡ് ബൈ ദ ചിപ്സ് ഓൺ ദ ഫിനിഷ്ഡ് സർഫസ് ഓഫ് ദ ടിമ്പർ അല്ലെ. അപ്പം അതിനെയാണ് നമ്മൾ ചിപ്പ് മാർക്ക് എന്ന് പറയുന്നത്. പിന്നെ ഡയഗണൽ ഗ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രോപ്പർ സോവിങ് ഓഫ് ടിമ്പർ കാരണം ഉണ്ടാവുന്നതാണ് അല്ലെ. ഇംപ്രോപ്പർ സോയിങ് കാരണം ഉണ്ടാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ടോൺ ഗ്രെയിൻ പറഞ്ഞു. പിന്നെ വെയിനും കൂടെ ഡിഫക്റ്റ് ടു കൺവേർഷനിൽ വരുന്നുണ്ട്. വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻസ് ഓഫ് ഒറിജിനൽ റൗണ്ട് സർഫസ് ഓൺ ദ മാനുഫാക്ചർ പീസ് ഓഫ് ദ ടിമ്പർ അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ വെയിൻ എന്ന് പറയുന്നത്. ഡിഫക്റ്റ് ഇൻഡിക്കേറ്റ് ബൈ മാർക്സ് ഓൺ ദ ഫിനിഷ്ഡ് സർഫസ് ഓഫ് ദ ടിമ്പർ ഡ്യൂ ടു ഇംപ്രോപ്പർ പ്ലെയിനിങ് ആണെങ്കിൽ ആൻസർ വരേതാണ് ചിപ്പ് മാർക്ക് ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ചിപ്പ് മാർക്ക് ആണ്. അപ്പം ആൻസർ വരിക ഓപ്ഷൻ ബി ആണ് എന്നുള്ളത് നോക്കി വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് കോസ്ഡ് ഡ്യൂ ടു ഫംഗസ് ആക്ഷൻ. ഫംഗസ് ആക്ഷൻ കാരണം ഉണ്ടാവുന്ന ഡിഫക്റ്റ് ഏതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഓപ്ഷൻ എ വരുന്നത് ബ്ലൂ സ്റ്റെയിൻ, ഓപ്ഷൻ ബി വരുന്നത് ഡ്രൈ റോട്ട്, ഓപ്ഷൻ സി വരുന്നത് ബ്രൗൺ റോട്ട്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോ അല്ലെ. ഫംഗസ് കാരണം ഉണ്ടാകുന്ന ഡിഫക്ട്സ് ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. നമുക്ക് ബ്ലൂ സ്റ്റെയിൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സാപ്പ് സ്റ്റെയിൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ വൈറ്റ് റോട്ട്, ബ്രൗൺ റോട്ട് വരുന്നുണ്ട്, പിന്നെ ഡ്രൈ റോട്ട് വരുന്നുണ്ട്, വെറ്റ് റോട്ട് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഹേർട്ട് റോട്ട് അല്ലെ, ഹേർട്ട് റോട്ട് വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഡിഫക്റ്റ് ടു ഫംഗസ് വരുന്നത്. അപ്പൊ നമുക്കിവിടെ ഓപ്ഷനിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഏതൊക്കെയാണ് കാണാൻ പറ്റുക? ബ്ലൂ സ്റ്റെയിൻ ഉണ്ട്, ബ്ലൂ സ്റ്റെയിൻ ഡിഫക്റ്റ് ടു ഫംഗസ് ആണ്. ഓപ്ഷൻ സി ബ്രൗൺ റോട്ട് ഉണ്ട്, ബ്രൗൺ റോട്ടും ഡിഫക്റ്റ് ടു ഫംഗസ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഓപ്ഷൻ ഡി ഡ്രൈ റോട്ട് ഉണ്ട്, ഡ്രൈ റോട്ടും ഡിഫക്റ്റ് ടു ഫംഗസ് തന്നെയാണ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോ അല്ലെ. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോ ആണെന്ന് പറയാൻ പറ്റും അല്ലെ. അപ്പം ഇതാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. അതിൽ ഈ വെറ്റ് റോട്ടാണ് നമുക്ക് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ളത്. വെറ്റ് റോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ടു അൾട്ടർനേറ്റ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് ഓഫ് ടിമ്പർ കാരണം ഉണ്ടാവുന്നതാണ്. അപ്പം മനസ്സിലാക്കി വെക്കുക. ഇംപ്രോപ്പർലി സീസൺഡ് ടിമ്പറിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഫംഗസിന്റെ അറ്റാക്ക് കാരണം ഇതിന് ഗ്രേഷ് പൗഡറിലേക്ക് ഈ ഒരു വുഡ് കൺവേർട്ട് ആവും അല്ലെ. അപ്പം അതാണ് വെറ്റ് റോട്ടിൽ മനസ്സിലാക്കാനുള്ളത്. വെറ്റ് റോട്ട് അധികം എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഡിഫക്റ്റ് കോസ്ഡ് ബൈ ദ വിൻഡ് കോൺസ്റ്റന്റ്ലി ടേണിംഗ് ദ ട്രങ്ക് ഓഫ് ദ ട്രീ ഇൻ വൺ ഡയറക്ഷൻ അല്ലെ. അങ്ങനെ വരികയാണെങ്കിൽ അത് കാരണം ഉണ്ടാവുന്ന ഡിഫക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ട്വിസ്റ്റഡ് ഫൈബർ, ഓപ്ഷൻ സി റിൻഡ് ഗാൾ, ഓപ്ഷൻ ബി അപ്സെറ്റ്, ഓപ്ഷൻ ഡി ഷേക്സ്. ഏതാണ് ആൻസർ വരുന്നത്? ദ ഡിഫക്റ്റ് കോസ്ഡ് ബൈ ദ വിൻഡ് കോൺസ്റ്റന്റ്ലി ടേണിംഗ് ദ ട്രങ്ക് ഓഫ് ദ ട്രീ ഇൻ വൺ ഡയറക്ഷനിലാണെങ്കിൽ ആൻസർ വരെ ഏതാണ്? ഇത് ഡിഫക്റ്റ് ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസിൽ ഉള്ളതാണ് അല്ലെ. ഡിഫക്റ്റ് ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസിൽ ഏതൊക്കെയാണ് വരിക? ഡിഫക്റ്റ് ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസിൽ ഉണ്ടാവുന്ന ഡിഫക്റ്റ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ബേൾസ് ഉണ്ട്, ഒരുപാട് ഡിഫക്റ്റ് വരുന്നുണ്ട് അല്ലെ. കാലസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കെമിക്കൽ സ്റ്റെയിൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡെഡ് വുഡ് ഉണ്ട്, ഡെഡ് വുഡ് വരുന്നുണ്ട്, ഡ്രഗ്സിനസ് വരുന്നുണ്ട്, ഫോക്സിനസ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ വരുന്ന എന്താണ്? നോട്ട് വരുന്നുണ്ട്, റിൻഡ് ഗാള് വരുന്നുണ്ട്, ഷെയ്ക്ക് വരുന്നുണ്ട്, പിന്നെ ഇതാണ് ട്വിസ്റ്റഡ് ഫൈബേഴ്സ് വരുന്നുണ്ട്, പിന്നെ അപ്സെറ്റ്, വാട്ടർ സ്റ്റെയിൻ, വിൻഡ് ക്രാക്ക് ഒക്കെ വരുന്നുണ്ട്. അപ്പം ഇത്രയും നമുക്ക് ഡിഫക്റ്റ് ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസ് കാരണം ഉണ്ടാവുന്നതാണ്. അപ്പൊ നമുക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോവാം. ബേൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറഗുലർ പ്രൊജക്ഷൻസ് ആർ അപ്പിയർഡ് ഓൺ ദ
ബോഡി അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ഇപ്പം ഷോക്ക് അല്ലെങ്കിൽ ഇഞ്ചറി ഒക്കെ യങ് ഏജിൽ ഉണ്ടാവുന്നത് കാരണം അവിടെ ഒരു ഇറഗുലർ പ്രൊജക്ഷൻസ് അപ്പിയർഡ് ഓൺ ദ ബോഡി ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ബേൾസ് എന്ന് പറയുന്നത്. ബേൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറഗുലർ projections are appears on body due to shock or injury in its younger age അല്ലേ. യങ്ങർ ഏജിനെയാണ് നമ്മൾ ബേൾസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അധികം ചോദിക്കാറുള്ളതാണ് ഈ ഒരു ഫോക്സിനെസ്സും അതുപോലെ തന്നെ നോട്ടൊക്കെ അല്ലെ. ഫോക്സിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ടു പുവർ വെന്റിലേഷൻ, അതിനെ കൊണ്ട് നമുക്കിത് എന്താണ്, അല്ലെങ്കിൽ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ട്രിക്സിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ഓർ റെഡിഷ് ബ്രൗൺ ടിൻഡ് ഡ്യൂ ടു ദ ഓവർ മെച്യൂരിറ്റി ഓർ ഗ്രോത്ത് ഓഫ് ദ ട്രീനെയാണ് നമ്മൾ ഫോക്സിനസ് എന്ന് പറയുന്നത്. ഫോക്സിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോക്സിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ഓർ റെഡിഷ് ബ്രൗൺ ടിൻഡ് ഡ്യൂ ടു എന്താണ്? ഡ്യൂ ടു എന്ത് കാരണമാണ്? ഡ്യൂ ടു ദ ഓവർ മെച്യൂരിറ്റി ആണ് കേട്ടോ. ഓവർ മെച്യൂരിറ്റി ആ ഒരു ടേം ഓർത്ത് വെക്കുക, എക്സാമിന് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. ഓർ ഗ്രോത്ത് ഓഫ് ട്രീ ആണ് ഈ ഒരു ഫോക്സിനസ് എന്ന് പറഞ്ഞാൽ. പിന്നെ നോട്ട് എന്താണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റൂട്ട് ഓർ ബേസ് ഓഫ് സ്മോൾ ബ്രാഞ്ചസ് ഓഫ് ട്രീ അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ നോട്ട് എന്ന് പറയുന്നത്. അപ്പം നോട്ടിൽ അതിൽ അധികം ചോദിച്ച് കാണാറുള്ളത്, നോട്ടിൽ പല ടൈപ്പ് വരുന്നുണ്ട് അല്ലേ. പിന്നോട്ടുണ്ട്, സ്മോൾ നോട്ട് വരുന്നുണ്ട്, മീഡിയം നോട്ട് വരുന്നുണ്ട്, ലാർജ് നോട്ട് വരുന്നുണ്ട്. അപ്പം പിന്നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ 6 mm ഡയ ആണ്. സ്മോൾ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 to 20 mm ഡയ ആണ്. മീഡിയം നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 to 40 mm ഡയ ആണ്. ലാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 40 mm ഡയയിലാണ് വരുന്നത്. അപ്പം നോട്ട് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഷേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ലി ഓർ കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ദ ഫൈബർ ഓഫ് ഫുഡ് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ഷേക്ക് എന്ന് പറയുന്നത്. ഷേക്കിലും ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. സ്റ്റാർ ഷേക്കും ഹേർട്ട് ഷേക്കും എക്സാമിനൊക്കെ അധികം ചോദിച്ചു കാണാറുണ്ട്. ഹേർട്ട് ഷേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ ക്രാക്ക് എക്സ്റ്റെൻഡഡ് ഫ്രം പിത്ത് ടു സാപ്പ് വുഡ് ആണെങ്കിൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ് മെഡുലറി റേസ് അല്ലെ, അതിനെയാണ് ഹേർട്ട് വുഡ് എന്ന് പറയുക. സ്റ്റാർ ഷേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്രാക്സ് വിച്ച് ആർ എക്സ്റ്റെൻഡഡ് ഫ്രം ബാർക്ക് ടുവേർഡ്സ് ദ സാപ്പ് ആണ്. അത് ഓർത്ത് വെക്കുക. ഒന്ന് ബാർക്ക് ടുവേർഡ്സ് ദ സാപ്പും ഒന്ന് പിത്ത് ടു സാപ്പുമാണ്. അപ്പം അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ട്വിസ്റ്റഡ് ഫൈബേഴ്സ് ആണല്ലേ നോക്കാനുള്ളത്. ട്വിസ്റ്റഡ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്വിസ്റ്റിംഗ് ഓൺ ദ യങ് ട്രീസ് ബൈ നാച്ചുറൽ ഫോഴ്സസ് അല്ലെ. വിൻഡ് സ്റ്റോം ഒക്കെ കാരണം നമ്മൾ ആ ഒരു ട്രീയിൽ ട്വിസ്റ്റിംഗ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ട്വിസ്റ്റഡ് ഫൈബേഴ്സ് എന്ന് പറയാം. ഈ ഒരു ഡിഫക്ട്സ് ഒക്കെയാണ് അധികം എക്സാമിന് ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസിൽ എടുത്ത് ചോദിച്ചിട്ടുള്ളത്. പറ്റുകയാണെങ്കിൽ നിങ്ങളൊക്കെ പഠിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പം നമുക്ക് ആൻസറും കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ദ ഡിഫക്ട് കോസ്ഡ് ബൈ ദ വിൻഡ് കോൺസ്റ്റന്റ്ലി ടേൺ ദ ട്രങ്ക് ഓഫ് ദ ട്രീ ഇൻ വൺ ഡയറക്ഷനിൽ വരികയാണെങ്കിൽ ആൻസർ വരിക ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലേ. ട്വിസ്റ്റഡ് ഫൈബേഴ്സ് ആണ് ആൻസർ വരിക. ക്വസ്റ്റ്യൻ നമ്പർ 13 നോക്കാം. ദ ടിമ്പർ ഡിഫക്ട് ഇൻഡിക്കേറ്റഡ് ബൈ ദ കർവേച്ചർ ഫോംഡ് ഇൻ ദ ലെങ്ത് വൈസ് ഡയറക്ഷൻ അല്ലേ. ലെങ്ത് വൈസ് ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ഡിഫക്ട്സിന് നമ്മൾ എന്താണ് പറയാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ സ്പ്ലിറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ ബി പറഞ്ഞിട്ടുള്ളത് ബോ ആണ്. ഓപ്ഷൻ സി റാപ്പ്. ഓപ്ഷൻ ഡി കപ്പാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതാണ് ആൻസർ വരിക? ലെങ്ത് വൈസിൽ ഉണ്ടാവുന്നതിന്റെ ഡിഫക്ട്സിന് നമ്മൾ എന്താണ് പറയുക? ബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കർവേച്ചർ ഫോംഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ലെങ്ത് ഓഫ് ടിമ്പർ അല്ലെ. കർവേച്ചർ ഫോംഡ് ഇൻ ദ ലെങ്ത് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ ബോ എന്ന് പറയും. അപ്പോൾ ആൻസർ വരുന്നത് ബോ ആണ്. ബാക്കിയും കൂടെ നമുക്ക് നോക്കാം. ഇത് ഡിഫക്ട് ഡ്യൂ ടു സീസണിങ്ങിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം ഡിഫക്ട് ഡ്യൂ ടു സീസണിങ്ങിൽ വരുന്നതാണ് ബോ, കപ്പ്, ചെക്ക്, സ്പ്ലിറ്റ്, കേസ് ഹാർഡനിങ്, കൊളാപ്സ്, ട്വിസ്റ്റ്, റാപ്പ് ഒക്കെ വരുന്നത്. ഹണി കോമ്പിങ്, റേഡിയൽ ഷേക്ക് ഒക്കെ വരുന്നത് ഡ്യൂ ടു സീസണിങ് ആണ്. അപ്പം അതിൽ അധികവും നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഓപ്ഷനിലുള്ള കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കർവേച്ചർ ഫോംഡ് ഓൺ ദ ഏത് ഡയറക്ഷൻ ആയിരിക്കും?
ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഈ ഒരു കപ്പ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്രാക്ക് എക്സ്റ്റെൻഡഡ് ഫ്രം വൺ എൻഡ് ടു അതർ അല്ലേ, അതിനെയാണ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ക്രാക്ക് എക്സ്റ്റെൻഡ് ചെയ്യാണ് വൺ എൻഡ് ടു അതർ അല്ലേ, അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താണ്? സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. പിന്നെ റാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ പീസ് ഓഫ് ടിമ്പർ ഹാസ് ട്വിസ്റ്റഡ് ഔട്ട് ഓഫ് ഷേപ്പ് അല്ലേ, ടിമ്പർ പീസ് ട്വിസ്റ്റഡ് ഔട്ട് ഓഫ് ഷേപ്പ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ റാപ്പ് എന്ന് പറയുക. നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ ചെക്കും കൂടെ നോക്കുക. ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാക്ക് വെൻ സെപ്പറേറ്റഡ് ഫൈബേഴ്സ് ഓഫ് വുഡ് അല്ലേ, അപ്പം അതിനെയാണ് നമ്മൾ ചെക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ചെക്ക് എന്ന് പറയുന്നത് നോട്ട് എക്സ്റ്റെൻഡ് ഫ്രം വൺ എൻഡ് ടു അതർ, ഇതേ രീതിയിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക അതിലുള്ള ക്രാക്ക്. മറിച്ച് നമ്മളിപ്പം കുറച്ചുകൂടെ പറഞ്ഞിട്ടുള്ള സ്പ്ലിറ്റ് ആണെങ്കിലോ, സ്പ്ലിറ്റിൽ എങ്ങനെയായിരിക്കും? ത്രൂ ഔട്ട് ഉണ്ടാവും അല്ലേ, വൺ എൻഡ് ടു അതർ ആണ് സ്പ്ലിറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന ക്രാക്ക് നോട്ട് എക്സ്റ്റെൻഡ് ഫ്രം വൺ എൻഡ് ടു അതർ എന്നുള്ളത് നോക്കി വെക്കുക. എക്സ്റ്റെൻഡ് വൺ എൻഡ് ടു അതർ. ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 13 ആൻസർ വരുന്നത് ഏതാണ്? 13 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ. ഓപ്ഷൻ ബി കപ്പാണ് ആൻസർ വരുന്നത്. സോറി, ഓപ്ഷൻ ബി ബോ ആണ് ആൻസർ വരുന്നത്. ബോ ആണ്. കർവേച്ചർ ഫോംഡ് ഇൻ ദ ലെങ്ത് വൈസ് വരികയാണെങ്കിൽ അല്ലെ, ലെങ്ത് വൈസ് വരികയാണെങ്കിൽ അതിനെ നമ്മൾ ബോ എന്നാണ് പറയുക. ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ ആണെങ്കിൽ കപ്പാണ് വരിക എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 14 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 14 എന്താണ് വരുന്നത്? സീസണിങ് ഓഫ് ടിമ്പർ ഈസ് കോൾഡ്. ഓപ്ഷൻ എ ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് സാപ്പ്. ഓപ്ഷൻ ബി ക്രിയോസോട്ടിംഗ്. ഓപ്ഷൻ സി പെയിന്റിംഗ് വിത്ത് സോഡിയം സിലിക്കേറ്റ്. ഓപ്ഷൻ ഡി കോട്ടിംഗ് വിത്ത് ടാർ അല്ലെ. സീസണിങ് ഓഫ് ടിമ്പറിനെ നമ്മൾ എന്താണ് പറയുക? പ്രോസസ് ഓഫ് റിമൂവിങ് സാപ്പ് ആണ് അല്ലെ. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. സാപ്പ് വുഡ് കൺസിസ്റ്റ് ഓഫ്. സാപ്പ് വുഡിൽ എന്തൊക്കെയാണ് കൺസിസ്റ്റ് ചെയ്തിട്ടുള്ളത്? ഇന്നർ മോസ്റ്റ് ആനുവൽ റിംഗ് around pith ഉണ്ട്. ഓപ്ഷൻ എ. ഓപ്ഷൻ ബി തിക്ക് ലെയർ ബിലോ ബാർക്ക്. ഓപ്ഷൻ സി പോർഷൻ ഓഫ് ടിമ്പർ ബിറ്റ്വീൻ ഹേർട്ട് വുഡ് ആൻഡ് കാംബിയം. ഓപ്ഷൻ ഡി തിന്നർ ഫൈബേഴ്സ് വിച്ച് എക്സ്റ്റെൻഡ് ഫ്രം പിത്ത് ഔട്ട്വേർഡ്സ് ആൻഡ് ഹോൾഡ് ആനുവൽ റിംഗ്സ് ടുഗദർ അല്ലെ. അപ്പം അതിനെ നമ്മൾ എന്താണ് പറയുക? സാപ്പ് വുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞില്ലേ, കുറച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാപ്പ് വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ ഒക്കെ ഇടയിലുള്ളതിനെയാണ് നമ്മൾ സാപ്പ് വുഡ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ആ ഒരു ഏരിയ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു പറഞ്ഞിട്ടുള്ളത്. സാപ്പ് വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഔട്ടർ ആനുവൽ റിംഗ് ബിറ്റ്വീൻ ഹേർട്ട് വുഡ് ആൻഡ് കാംബിയം ലെയർ ആണ് അല്ലെ. ബിറ്റ്വീൻ ഹേർട്ട് വുഡ് ആൻഡ് കാംബിയം ലെയർ ആണ്. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് എന്നുള്ളത് നോക്കി വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ്. ഇൻ പെയിന്റിംഗ് PVCN മീൻസ്. പെയിന്റിങ്ങിൽ PVC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? PVC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? PVC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വരുന്നത് പിഗ്മെന്റ് വാല്യൂ കോൺസെൻട്രേഷൻ നമ്പർ ആണ്. പിന്നെ ഓപ്ഷൻ ബി വരുന്നത് എന്താണ്? പിഗ്മെന്റ് വോളിയം കണ്ടന്റ് നമ്പർ ആണ്. ഓപ്ഷൻ സി വരുന്നത് പിഗ്മെന്റ് വാല്യൂ കോൺസ്റ്റന്റ് നമ്പർ ആണ്. ഓപ്ഷൻ ഡി വരുന്നത് പിഗ്മെന്റ് വോളിയം കോൺസെൻട്രേഷൻ നമ്പർ ആണ്. എന്താണ് PVC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെയിന്റിൽ അറിയാം അല്ലെ. പെയിന്റിൽ നമ്മൾ ഒരുപാട് കോൺസ്റ്റിറ്റ്യൂവൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ എന്തൊക്കെയാണ് വരുന്നത്? കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് പെയിന്റിൽ വരുന്നത് ഏതാണ്? അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഓഫ് പെയിന്റ് അല്ലെ. ഇൻഗ്രീഡിയന്റ് ഓഫ് പെയിന്റ്സിൽ വരുന്നത് ഏതൊക്കെയാണ്? പെയിന്റ് ഇൻഗ്രീഡിയൻസിൽ വരുന്നതാണ് ബേസ്, വെഹിക്കിൾ, ഡ്രയർ, കളറിംഗ് പിഗ്മെന്റ്, അതുപോലെ തന്നെ സോൾവെന്റ് അല്ലെ. ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോഡി ഓഫ് ദ പെയിന്റ് എന്നൊക്കെ പറയും അല്ലെ, അതാണ് ബേസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വെഹിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഹിക്കിൾ അല്ലെങ്കിൽ കാരിയർ എന്ന് പറയും അല്ലെ. അത് തന്നെയാണ് വെഹിക്കിളിന്റെ ആ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ടേം. വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാരിയർ എന്ന് നമുക്ക് അതിനെ പറയാൻ പറ്റും. ഈ ഒരു പെയിന്റിന്
നമ്മൾ ലിക്വിഡ് സബ്സ്റ്റൻസിലേക്ക് മാറ്റാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് അല്ലെ. വെഹിക്കിൾ എന്ന് പറയുന്നത് അതിൽ വരുന്നതാണ് ലിൻസീഡ് ഓയിൽ, ടങ് ഓയിൽ, പോപ്പി ഓയിൽ, നട്ട് ഓയിൽ ഒക്കെ ഉള്ളത് ഓർത്ത് വെക്കുക. പിന്നെ ഡ്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സബ്സ്റ്റൻസ് ദാറ്റ് ആക്ട് ആസ് എ കാറ്റലിസ്റ്റ് ഇൻ ദ പ്രോസസ് ഓഫ് ഡ്രൈയിങ് ഓഫ് പെയിന്റ് ആണ്, അതാണ് ഡ്രയർ എന്ന് പറയുന്നത്. പിന്നെ കളറിംഗ് പിഗ്മെന്റ് അല്ലെ, കളറിംഗ് പിഗ്മെന്റ് നമുക്കറിയാലേ, പെയിന്റിൽ നമ്മൾ ഓരോ കളറും വരുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അതിനെയാണ് നമ്മൾ കളറിംഗ് പിഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം കളറിംഗ് പിഗ്മെന്റിൽ നമ്മളൊരു പിഗ്മെന്റ് വോളിയം കോൺസെൻട്രേഷൻ നമ്പർ പറയും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും PVC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം നിങ്ങൾ പെയിന്റിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. PVC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പിഗ്മെന്റ് വോളിയം കോൺസെൻട്രേഷൻ നമ്പർ ആണ് വരുന്നത് PVC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഇപ്പം ഈ ഒരു എന്താണ് ഈ ഒരു പിഗ്മെന്റ് വോളിയം കോൺസെൻട്രേഷൻ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് വോളിയം ഓഫ് പിഗ്മെന്റ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് നോൺ വളട്ടൈൽ മെറ്റീരിയൽ ആണ്. അപ്പം അതാണ് ഈ ഒരു പിഗ്മെന്റ് വോളിയം കോൺസെൻട്രേഷൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പം അത് തന്നെയാണ് ഇവിടെ നമുക്ക് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണല്ലോ. ഇതിന്റെ PVCN എന്താണ് മീൻ ചെയ്യുന്നതെന്നാണല്ലോ ചോദിച്ചിട്ടുള്ളത്. പിഗ്മെന്റ് വോളിയം കോൺസെൻട്രേഷൻ നമ്പർ എന്നാണ്. അപ്പം ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ, പിഗ്മെന്റ് വോളിയം കോൺസെൻട്രേഷൻ നമ്പർ. ഓപ്ഷൻ ഡി ആണ് PVCN ആൻസർ വരിക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ ഇൻഗ്രീഡിയന്റ് ഓഫ് ഓയിൽ പെയിന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓയിൽ പെയിന്റിന്റെ ഇൻഗ്രീഡിയന്റ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ഡ്രയർ, ഓപ്ഷൻ ബി സോൾവെന്റ്, ഓപ്ഷൻ സി കളറിംഗ് പിഗ്മെന്റ്, ഓപ്ഷൻ ഡി വാട്ടർ അല്ലെ. ഓയിൽ പെയിന്റിൽ ഈ തന്നിട്ടുള്ളത് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും അല്ലെ. ഓയിൽ പെയിന്റിന്റെ ഇൻഗ്രീഡിയന്റ് അല്ലാത്തത് വാട്ടർ ആണ് അല്ലെ വരുന്നത്. വാട്ടർ ആണ് ഓയിൽ പെയിന്റിന്റെ ഇൻഗ്രീഡിയന്റ് അല്ലാത്തതായിട്ട് വരുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 18 നോക്കാം. ദ മെയിൻ കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് വാർണിഷ് ഈസ്, വാർണിഷിന്റെ മെയിൻ കോൺസ്റ്റിറ്റ്യൂന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഏതാണ് വരുന്നത് വാർണിഷിന്റെ മെയിൻ കോൺസ്റ്റിറ്റ്യൂന്റ് ആയിട്ട്? വാർണിഷിന്റെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ് വരുന്നത്? വാർണിഷിന്റെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ് വരുന്നത്? ഇൻഗ്രീഡിയൻസ് വരുന്നതാണ് റെസിൻ, അതുപോലെ തന്നെ സോൾവെന്റ്, ഡ്രയർ വരുന്നത് അല്ലെ. ഡ്രയർ വരുന്നുണ്ട്. റെസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ ഹാർഡായിട്ട് കോപ്പാൽ, ആംബർ എന്നൊക്കെ പറഞ്ഞിട്ട്, സോഫ്റ്റ് ആണെങ്കിൽ ലാക്ക് ഓർ ഷെല്ലാക്ക് ഒക്കെ പറയുന്നതാണ് നമുക്കിപ്പം റെസിൻ എന്ന് പറയുന്നത്. പിന്നെ ഡ്രയർ ഉണ്ട്. കോമൺലി യൂസ്ഡ് ഡ്രയർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിത്താർച്ച്, വൈറ്റ് കോപ്പർ, ലെഡ് അസിറ്റേറ്റ് ഒക്കെയാണ് വരുന്നത്. പിന്നെ സോൾവെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ നാച്ചർ ഓഫ് റെസിൻസിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു സോൾവെന്റ് അതിന്റെ ഏതൊക്കെയാണ് സോൾവെന്റ് എന്നുള്ളത് ആ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇവിടെ മെയിൻ കോൺസ്റ്റന്റ് ഓഫ് വാർണിഷ് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. മെയിൻ കോൺസ്റ്റന്റ് ഓഫ് വാർണിഷ് ഏതാണ് വരുന്നത്? റെസിൻ ആണ് അല്ലെ. ഓപ്ഷൻ സി റെസിൻ ആണ് മെയിൻ കോൺസ്റ്റന്റ് ഓഫ് വാർണിഷ് വരുന്നത്. നോക്കി വെക്കുക, എക്സാമിന് ചോദിച്ചു കാണാറുണ്ട്. ഓപ്ഷൻ സി ആണ് വരുന്നത്. പിന്നെ 19 ആണെങ്കിൽ അയോൺ സർഫസ് കോണ്ടാക്ട് വിത്ത് അമോണിയ ഈസ് പെയിന്റഡ് വിത്ത്. അയോൺ സർഫസിൽ നമ്മൾ കോണ്ടാക്റ്റഡ് വിത്ത് അമോണിയ ഈസ് പെയിന്റഡ് വിത്ത് ഏതാണ് വരുന്നത്? ഏത് പെയിന്റ് ആണ് വരിക? ഓപ്ഷൻ എ ലുമിനസ് പെയിന്റ്, ഓപ്ഷൻ ബി ആസ്പെറ്റോസ് പെയിന്റ്, ഓപ്ഷൻ സി ഗ്രാഫൈറ്റ് പെയിന്റ്, ഓപ്ഷൻ ഡി സെല്ലുലോസ് പെയിന്റ് അല്ലെ. ഏതാണ് വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലെ. ഗ്രാഫൈറ്റ് പെയിന്റ് ആണ് വരിക. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻസും അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് റെയിൽവേസിലും ഒക്കെയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ലുമിനസ് പെയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് കാൽസ്യം സൾഫൈഡ് ആൻഡ് വാർണിഷ് ആണ്. എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് മാർക്കിംഗ് ആൻഡ് സിഗ്നൽസിലൊക്കെയാണ് നമ്മൾ ലുമിനസ് പെയിന്റ് യൂസ് ചെയ്യുക. റോഡ് മാർക്കിംഗ് അതുപോലെ തന്നെ സിഗ്നൽസിലൊക്കെ നമ്മൾ ലുമിനസ് പെയിന്റ് യൂസ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ആസ്പെറ്റോസ് പെയിന്റും സെല്ലുലോസ് പെയിന്റും ഉണ്ട്. സെല്ലുലോസ് പെയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോ കാർസിൽ അതുപോലെ തന്നെ എയറോപ്ലെയിൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സെല്ലുലോസ് പെയിന്റ് എന്ന് പറയുന്നത്. സെല്ലുലോസ് പെയിന്റ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? മോട്ടോർ കാർസിൽ അതുപോലെ തന്നെ എയറോപ്ലെയിൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സെല്ലുലോസ് പെയിന്റ്. പിന്നെ ആസ്പെറ്റോസ് പെയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് അപ്ലൈ
ചെയ്യുന്നത് ചില സർഫസ് അസിഡിക് അല്ലെങ്കിൽ അസിഡിക് ഗ്യാസസിനോ സ്റ്റീമിനോ ഒക്കെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സർഫസിലാണ് നമ്മൾ ആസ്ബറ്റോസ് പെയിന്റ് യൂസ് ചെയ്യുന്നത്. സർഫസ് എക്സ്പോസ്ഡ് ടു acidic gas ആൻഡ് സ്റ്റീം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇതാണ് ആസ്ബറ്റോസ് പെയിന്റിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഗ്രാഫൈറ്റ് പെയിന്റ് ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20 വരുന്നത് ദ സബ്സ്റ്റൻസ് വിച്ച് ആർ എക്സ്റ്റെൻഡഡ് ഫ്രം ഓർ ത്രൂ റിഫൈനിങ് ഈസ് ഓപ്ഷൻ എ സിമെന്റ്, ഓപ്ഷൻ സി മെറ്റൽസ്, ഓപ്ഷൻ ബി compounds, ഓപ്ഷൻ ഡി സ്റ്റോൺസ്. അല്ലെ ദ സബ്സ്റ്റൻസ് വിച്ച് ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രം ഓർസ് ത്രൂ റിഫൈനിങ് ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റലിന്റെ ഡെഫിനിഷൻ ആണ്. അല്ലെ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഈ ക്വസ്റ്റ്യൻ നമ്പർ 21 the metals which do not containing iron ores which main constituents are known as. ഏതാണ് നോട്ട് കണ്ടെയ്നിങ് ഓർസ് ആയിട്ട് വരുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ഓർസ് അയേൺ മെയിൻ കോൺസ്റ്റന്റ് ആയിട്ട് വരാത്തതിന് നമ്മൾ എന്താണ് പറയാന്നാണ്. ഓപ്ഷൻ എ ഫെറസ് മെറ്റൽ, ഓപ്ഷൻ സി അലോയ്, ഓപ്ഷൻ ബി നോൺ ഫെറസ് മെറ്റൽ, ഓപ്ഷൻ ഡി കോമ്പൗണ്ട്സ്. അല്ലെ ഇതിന് നമ്മൾ പറയുന്നത് നോൺ ഫെറസ് മെറ്റൽ എന്നാണ്. അല്ലെ അയേൺ മെയിൻ ആയിട്ട് വരികയാണെങ്കിൽ ഫെറസ് മെറ്റൽ എന്ന് പറയും, അയേൺ മെയിൻ അല്ലാണ്ട് വരികയാണെങ്കിൽ നോൺ ഫെറസ് മെറ്റൽ എന്ന് പറയും. ക്വസ്റ്റ്യൻ നമ്പർ 22 elastomers can extended up to option A 5 times their original dimension, option B 7 times their original dimension, option C 10 times their original dimension, option D 3 times their original dimension. അല്ലേ പിന്നെ ഇത് നമ്മൾ പ്ലാസ്റ്റിക് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അല്ലെ എലാസ്റ്റോമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻ ക്യാൻ റേഞ്ച് അപ് ടു 10 times their original dimension ആണ്. അല്ലെ എലാസ്റ്റോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സോഫ്റ്റ് എലാസ്റ്റിക് മെറ്റീരിയൽ ആണ്. അല്ലെ അപ്പം അതിനാണ് നമ്മൾ എലാസ്റ്റോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പാൻഷൻ ജോയിന്റ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ റേഞ്ച് അപ് ടു 10 times their ഒറിജിനൽ ഡയമെൻഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 23 ആണ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ കൺസിസ്റ്റ് ഓഫ് നാച്ചുർ ഓർ സിന്തറ്റിക് ബൈൻഡേഴ്സ്, ഓപ്ഷൻ ബി ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആർ റിജിഡ് ആൻഡ് സ്റ്റേബിൾ അറ്റ് നോർമൽ ടെമ്പറേച്ചർ, ഓപ്ഷൻ C is capable of flow when necessary heat and pressures are applied, option D all of the above. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഈ മൂന്നും പ്ലാസ്റ്റിക്കിന് ബാധകമാണ്. അല്ലെ അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 24 ആണ് plasticizers are added to plastic to option A impart color, option B refining granulars, option C crystalline into granulars, option D improve plasticity and impact softness. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ plasticizers ആഡ് ചെയ്യുന്നത്? ഏതാണ് ആൻസർ വരാന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. അല്ലെ ഇംപ്രൂവ് പ്ലാസ്റ്റിസിറ്റി ആൻഡ് ഇമ്പാക്ട് സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാസ്റ്റിസൈസേഴ്സ് ആഡ് ചെയ്യുന്നത്. അപ്പം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്താണ് പ്ലാസ്റ്റിസൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആഡഡ് ടു മെറ്റീരിയൽസ് ലൈക്ക് പ്ലാസ്റ്റിക്, പോളിമേഴ്സ് ഓർ കോൺക്രീറ്റ് ടു എൻഹാൻസ് ദയർ ഫ്ലെക്സിബിലിറ്റി, സോഫ്റ്റ്നെസ്, വർക്കബിലിറ്റി ആൻഡ് അതർ പ്രോപ്പർട്ടീസ്. അല്ലെ അതിനെയാണ് നമ്മൾ പ്ലാസ്റ്റിസൈസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇംപ്രൂവ് ദ പ്ലാസ്റ്റിസിറ്റി ആൻഡ് ഇമ്പാക്ട് സോഫ്റ്റ്നെസ് ഉള്ളതാണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പറയാനുള്ളത്. ലാസ്റ്റിലേക്ക് നമ്മൾ കുറച്ച് സ്പീഡായി പോയിട്ടുണ്ട്. അപ്പോൾ പെയിന്റിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ പെയിന്റിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. അപ്പം ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചുകൂടി അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ അല്ല, കുറച്ച് മുന്നേ ആഡ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പ്ലേലിസ്റ്റിൽ മനസ്സിലാവും. നമ്മൾ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.